ഭഗവാന് തൻ്റെ ഭക്തരോടുള്ള സ്നേഹത്തിൻ്റെ കണ്ണു നനയ്ക്കുന്ന ഒരു കൃഷ്ണാനുഭവമാണ് പറയുന്നത്. ഗുരുവായൂരപ്പൻ്റെ ഭക്തയായ ഒരു പെൺകുട്ടി, അവളുടെ വലിയ ആഗ്രഹമായിരുന്നു അവൾക്ക് സ്വന്തമായി ഒരു വീട് വേണം എന്നുള്ളത്. അവർക്ക് സ്വന്തമായി വീടില്ലായിരുന്നു. ഭർത്താവിൻ്റെ സഹോദരിക്കൊപ്പമായിരുന്നു അവരുടെ താമസം. സ്വന്തമായിട്ടുള്ള ഒരു വീട് എന്നത്തെയും വലിയ സ്വപ്നമായിരുന്നു. ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ച് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അവർക്ക് ഒരു ചെറിയ വീട് കെട്ടാൻ സാധിച്ചു. അങ്ങനെ പുതിയ വീട്ടിലേക്ക് താമസം മാറാറായി. പുതിയ വീട്ടിൽ ഒരു കൃഷ്ണവിഗ്രഹം വാങ്ങി വയ്ക്കണമെന്നത് അവളുടെ വലിയ ആഗ്രഹമായിരുന്നു. അത് ഗുരുവായൂരിൽ നിന്ന് തന്നെ വാങ്ങിക്കൊണ്ടുവരണം. ആ ആഗ്രഹം ഭർത്താവിനോട് പറഞ്ഞു. എന്നെങ്കിലും ഗുരുവായൂരിൽ പോകുമ്പോൾ വാങ്ങാം എന്ന് ഭർത്താവ് പറഞ്ഞു. പലപ്പോഴും ഗുരുവായൂരിൽ പോകാൻ ആഗ്രഹിക്കും, സാഹചര്യങ്ങൾ കൊണ്ട് സാധിക്കില്ല. പുതിയ വീട്ടിൽ താമസം മാറുന്നതിനു മുൻപ് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം വാങ്ങണം. ഗുരുവായൂരിൽ നിന്ന് തന്നെ ഒരു കൃഷ്ണവിഗ്രഹം വാങ്ങി പുതിയ വീട്ടിൽ വയ്ക്കണം. അവളുടെ ആഗ്രഹപ്രകാരം കൃഷ്ണവിഗ്രഹം വാങ്ങാനുള്ള പൈസ ഭർത്താവ് അവളെ ഏൽപ്പിച്ചു. അവളത് ബാഗിൽ ഭദ്രമായി സൂക്ഷിച്ചു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അവര് ഗുരുവായൂരിലേക്ക് പോയി. അവളും ഭർത്താവും അവരുടെ 2 വയസ്സുള്ള കുഞ്ഞും കൂടിയാണ് ഗുരുവായൂരിൽ പോയത്. അവിടെ എത്തി ഭഗവാനെ നന്നായി തൊഴുതു. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തങ്ങൾക്കൊരു വീടുണ്ടായി എന്ന് പറഞ്ഞ് കണ്ണു നിറഞ്ഞ് ഭഗവാനെ കണ്ടു. തൊഴുത് പുറത്തിറങ്ങി ഒരു കൃഷ്ണവിഗ്രഹം വാങ്ങാനായി അടുത്തുള്ള ഒരു കടയിലേക്ക് പോയി. മനോഹരമായ കൃഷ്ണവിഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ നിന്നും അവളും ഭർത്താവും ചേർന്ന് ഒരു കൃഷ്ണവിഗ്രഹം സെലക്ട് ചെയ്തു. അതിന്റെ വിലയും അവരുടെ കയ്യിലുള്ള പൈസയും തുല്യമായിരുന്നു. അങ്ങനെ അവരത് പാക്ക് ചെയ്തു തരാൻ കടയിലെ ആളോട് പറഞ്ഞു. ശേഷം പൈസ കൊടുക്കാനായി ബാഗ് തുറന്നപ്പോൾ ബാഗിൽ പൈസ ഇല്ല. പൈസ എവിടെയോ നഷ്ടപ്പെട്ടു പോയിരുന്നു. അവൾക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. പൈസ സൂക്ഷിക്കാത്തതിൽ ഭർത്താവ് അവളെ വഴക്കു പറഞ്ഞു. അങ്ങനെ ആ കൃഷ്ണവിഗ്രഹം വാങ്ങാൻ കഴിയാതെ ഒരുപാട് വിഷമിച്ച് അവൾ തിരിച്ചു വന്നു. ഇനി എന്നെങ്കിലും വരുമ്പോൾ വാങ്ങാം എന്ന് പറഞ്ഞ് ഭർത്താവ് ആശ്വസിപ്പിച്ചു. പക്ഷെ അവൾക്ക് ഒരുപാട് വിഷമമായി. പൈസ താനാണ് സൂക്ഷിച്ചത്. തിരക്കുള്ള ബസ്സിലും ട്രെയിനിലുമെല്ലാം യാത്ര ചെയ്തിരുന്നു. എവിടെ വച്ചോ പൈസ നഷ്ടപ്പെട്ടു. ഭഗവാനോട് കരഞ്ഞുകൊണ്ട് യാത്ര ചോദിച്ചാണ് തിരികെ വീട്ടിലെത്തിയത്. വീട്ടിലെത്തിയിട്ട് വിഷമം കൊണ്ട് ഈ സംഭവം അവർ ആരോടും പറഞ്ഞില്ല. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ പുതിയ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങായി. ചടങ്ങിന് തൊട്ടു മുൻപ് ഒരു അത്ഭുതം സംഭവിച്ചു. അവളുടെ കൂട്ടുകാരി അവൾക്കൊരു സമ്മാനം കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, എന്റെ ഈ സമ്മാനവും കൊണ്ട് വേണം നീ പുതിയ വീട്ടിൽ ആദ്യമായി കയറാനെന്ന്. അവളും ഭർത്താവും ചേർന്ന് ആ സമ്മാനം തുറന്നു നോക്കി. അവര് ശരിക്കും അത്ഭുതപ്പെട്ടുപോയി. ഗുരുവായൂരിൽ അവർക്ക് വാങ്ങാൻ കഴിയാതെ അവര് തിരികെ വച്ചു പോന്ന അതേ കൃഷ്ണവിഗ്രഹം. അവരുടെ 2 പേരുടെയും കണ്ണുകൾ നിറഞ്ഞു. അപ്പോൾ കൂട്ടുകാരി പറയുകയാണ്, കഴിഞ്ഞ ദിവസം അവര് കുടുംബസമേതം ഗുരുവായൂരിൽ പോയി. കൃഷ്ണവിഗ്രഹങ്ങളിരിക്കുന്ന ഒരു കട കണ്ടപ്പോഴാണ് നിങ്ങളുടെ കാര്യം ഓർത്തത്. പാലുകാച്ചൽ ചടങ്ങിന് ഒരു കൃഷ്ണവിഗ്രഹം സമ്മാനമായി നൽകാമെന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ ഈ കൃഷ്ണവിഗ്രഹം മാത്രം ആ കടയുടെ ഒരു സൈഡിൽ മാറിയിരിക്കുകയായിരുന്നു. എന്തോ ഈ വിഗ്രഹം കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കൃഷ്ണഭക്തയായ നിനക്ക് ഇത് സമ്മാനമായി തരാമെന്ന് തോന്നി. ഇത് കേട്ടപ്പോൾ അവൾക്ക് സന്തോഷവും സങ്കടവും വന്നു. ഭഗവാന്റെ ഓരോ ലീലകൾ. ആ കൃഷ്ണവിഗ്രഹം കൈകളിലെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് അവർ പുതിയ വീട്ടിലേക്ക് ആദ്യമായി കയറിയത്. ഭഗവാന്റെ സ്നേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോഴും കണ്ണു നിറയുമെന്ന് ആ പെൺകുട്ടി പറയുന്നു. അവൾ അത്രയേറെ ആഗ്രഹിച്ച കൃഷ്ണവിഗ്രഹം അവൾ ആഗ്രഹിച്ച ദിവസം തന്നെ ഗുരുവായൂരപ്പൻ അവളുടെ വീട്ടിലെത്തിച്ചു. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടത്തിത്തരാൻ ഗുരുവായൂരപ്പൻ ആരെങ്കിലുമൊക്കെ കണ്ടെത്തും. നമുക്ക് ചുറ്റുമുള്ള ആരെങ്കിലുമൊക്കെ ഭഗവാന്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കും. എല്ലാവർക്കും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നല്ല നല്ല കൃഷ്ണാനുഭവങ്ങളും ഉണ്ടാകട്ടെ.